എത്രത്തോളം ആരോഗ്യമന്ത്രി വാക്ക് കണ്ട് നാവ് കൊണ്ട് ഇങ്ങനെ ഇടപെടലുകൾ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അതൊരു പ്രവൃത്തിയിൽ വരുന്ന ഇടപെടലുകളാവണ്ടേ. അപ്പോൾ പല തരത്തിലുള്ള തള്ളുകൾ മാത്രം, അത് തന്നെ. അല്ലാണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണെന്നുള്ളൊരു ബോധമെങ്കിലും അവർക്ക് വേണമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ചികിത്സാ പിഴവിനിരയായ ഉഷ ജോസഫിന് ഐക്യദാർഢ്യവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഹർഷിന കെ. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് 2017 ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നത്. പിന്നീട് ഹർഷിന നടത്തിയ പോരാട്ടം, സമര പരമ്പരകളൊക്കെ കേരളം കണ്ടതാണ്. കുറ്റക്കാരെ ശിക്ഷിക്കുക, മതിയായ നഷ്ടപരിഹാരം നൽകുക എന്നതൊക്കെയായിരുന്നു ഹർഷിനയുടെ ആവശ്യം. ഉഷ ജോസഫിന് ഐക്യദാർഢ്യവുമായാണ് ഇങ്ങോട്ടെത്തിയതല്ലേ? തീർച്ചയായും നമ്മൾ ഒരുപാട് മെഡിക്കൽ നെഗ്ലിജൻസ് നമ്മളെ വിഷയത്തിന് ശേഷം ഒരുപാട് കണ്ടു. ഇപ്പോൾ സമാനമായൊരു സംഭവം ഒരു മനുഷ്യജീവൻ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം, അതേ ഒരു വേദന, ആദ്യം അനുഭവിച്ചുകൊണ്ടിരുന്നൊരു വേദന ശരിക്കും ഉള്ളിൽ വന്നു. ഇപ്പോഴും ഞാൻ ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ ചികിത്സിച്ച അല്ലെങ്കിൽ അതിൻ്റെ അവിടുത്തെ ചീഫ് ഡോക്ടർ പറയുന്നത് കേട്ടു, 5 അല്ല 50 വർഷം കിടന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന്. ആർക്ക് സംഭവിക്കില്ല എന്നാ? ഇത് ചെയ്തവർക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ ഇത് അനുഭവിക്കുന്നവർക്ക് അറിയാം എത്രത്തോളം അനുഭവങ്ങളുണ്ട്, എത്രത്തോളം വേദനകൾ, പ്രയാസങ്ങളുണ്ട് എന്നുള്ളത്. അപ്പം അതിനൊരു പരിഹാരം ഉണ്ടാവണം. ഇങ്ങനെ നടക്കുന്ന മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ എതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടും ഇതിനൊരു പരിഹാരം കാണാത്തതുകൊണ്ടും തന്നെയാണ് വീണ്ടും ഇത് തുടർക്കഥയാവുന്നത്. ഓരോ കേസ് കേൾക്കുമ്പോൾ നമുക്ക് ഇനിയൊരു മനുഷ്യജീവൻ ഇങ്ങനെയുള്ള രൂപത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് കൂടി കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സമരരംഗത്തേക്കൊക്കെ ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പം നമ്മളെ കാര്യത്തിലോ ഇതുവരെ ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും മന്ത്രി പറഞ്ഞത് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഹർഷിനയുടെ അനുഭവം അങ്ങനെയല്ല തോന്നുന്നല്ലേ? തീർച്ചയായും ഇത് കാണുന്ന ആളുകൾക്കറിയാം, നിങ്ങൾ ഇടപെടലുകൾ നടത്തിയ നിങ്ങൾക്കറിയാം എത്രത്തോളം ആരോഗ്യമന്ത്രി വാക്ക് കണ്ട് നാവ് കൊണ്ട് ഇങ്ങനെ ഇടപെടലുകൾ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അതൊരു പ്രവൃത്തിയിൽ വരുന്ന ഇടപെടലുകളാവണ്ടേ. ആദ്യം പറഞ്ഞ് സമാശ്വാസമായിട്ട് ഹർഷിനയ്ക്ക് 2 ലക്ഷം രൂപ നൽകി. സമാശ്വാസം എന്നുള്ള ഒരു വേടുമില്ല, ഒരു ചികിത്സാ സഹായം. സമാശ്വാസം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അന്ന് തന്നിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും അത് വാങ്ങുമായിരുന്നു. കാരണം നമ്മൾ അത്രയും ആവശ്യക്കാരായിരുന്നു, അത്രയധികം നമ്മൾ സാമ്പത്തികമായി തളർന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇത് ഹർഷിന അനുഭവിച്ച മുഴുവൻ നഷ്ടത്തിന് പരിഹാരമായിട്ട് നഷ്ടപരിഹാരം എന്നുള്ള രേഖാമൂലമാണ് നമുക്കത് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കത് വേണ്ട. 2 ലക്ഷം എന്ന് പറഞ്ഞാൽ തുച്ഛമായ പൈസ. നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് അത്രയും ചികിത്സകൾ നടത്തിയിട്ടാണ് നമ്മൾ ഇവരോട് വന്ന് പറയുന്നത്. അപ്പം വെറും 2 ലക്ഷം തന്ന് വീട്ടിൽ പറഞ്ഞയക്കാമെന്ന് പ്രതീക്ഷിച്ചു അവർ. അത് നമ്മൾ അതിന് കൂട്ടാക്കിയില്ല, നമുക്കത് പോരാന്ന് പറഞ്ഞു. പിന്നെ പോലീസിന് ഇടപെടലുണ്ടായെന്ന് പറഞ്ഞു. പോലീസിന് കേസ് കൈമാറി. അവർ ആ പോലീസിൻ്റെ കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത് അതിൽ ACP അന്വേഷണം തുടങ്ങിയിരുന്നു. 6 മാസം കൊണ്ട് അവർ എല്ലാ അന്വേഷണവും പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് വരെ സമർപ്പിച്ചു. എന്നിട്ട് റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ മന്ത്രിക്ക് പിന്നെ ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് വന്നു, കുറ്റക്കാരെയും കണ്ടെത്തി. മെഡിക്കൽ കോളേജ് നാണോ എന്നുള്ള സംശയം അവർക്ക്. എന്തൊക്കെ തരത്തിൽ സംശയം തീർക്കായിരുന്നു. ഇപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ടല്ലോ, കാലപ്പഴക്കം കണ്ടെത്താം അതിൻ്റെ കെമിക്കൽ പരിശോധിച്ചിട്ട്. എന്തുകൊണ്ട് ഇവർക്ക് അത് കാലപ്പഴക്കം കണ്ടെത്താൻ പറ്റിയില്ല? ഹർഷിനൻ്റെ വയറ്റിൽ എവിടെ നിന്ന് വന്നു എന്നുള്ള കാലപ്പഴക്കം നിർണ്ണയിച്ചിരുന്ന കണ്ടെത്താമായിരുന്നല്ലോ. അപ്പോൾ പല തരത്തിലുള്ള തള്ളുകൾ മാത്രം, അത് തന്നെ. അല്ലാണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണെന്നുള്ളൊരു ബോധമെങ്കിലും അവർക്ക് വേണമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ കുറ്റക്കാർക്കെതിരെയുള്ള വിചാരണ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രോസിക്യൂഷൻ കൃത്യമായി ഇടപെട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടി നിങ്ങൾക്കുണ്ടല്ലേ? തീർച്ചയായും നമ്മൾക്ക് ഇനി ബാക്കി ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ. നിയമ വഴിക്ക് നടക്കുന്നുണ്ടല്ലോ എന്നാണ് വേറൊരു ഇതിൽ കേട്ടിട്ടുള്ളത്. അപ്പം കോടതിയിലൊക്കെ പോയാൽ അറിയാലോ നമുക്ക് എത്ര കാലം എടുക്കും. ഇനി അഥവാ ഒരു വിചാരണ തുടങ്ങാനുള്ള ഒരു ചാൻസ് എങ്കിൽ പോലും ഗവൺമെൻറ് ഇടപെട്ട് നൽകാമായിരുന്നു. പക്ഷേ അവിടെയും എന്തായി, നമ്മൾക്ക് അനുകൂലം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ, നമുക്ക് വാദിക്കേണ്ടിയിരുന്ന ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ട് അവർക്ക് സ്റ്റേ, നമ്മൾ അറിയുന്ന പോലുമില്ല. നമ്മളോട് ഒരു ചോദ്യം പോലും ഇല്ലാതെ നമ്മൾ ഈ നോട്ടീസ് വരുമ്പോൾ മാത്രമാണ് അറിയുന്നത് അവിടെ സ്റ്റേ ചെയ്തു എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാം കൊണ്ടും ഹർഷിനൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലൂടെ അവർക്ക് അനുകൂലമായിട്ട് അവരെ കൂടെ നിൽക്കുക, എന്നിട്ട് എല്ലാ ഇടപെടലുകളും നടത്തി മാറി നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ അല്ലല്ലോ. ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ലേ. അപ്പോൾ ഗവൺമെൻറ് ഇനി ഏതിലായാലും 3 ശസ്ത്രക്രിയ ചെയ്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഏതായാലും സംഭവിച്ചു എന്നുള്ളതിനാർക്കും സംശയമില്ലല്ലോ. അപ്പോൾ അതിനൊരു പരിഹാരം എന്തൊക്കെ പരിഹാരങ്ങൾ ഗവൺമെൻറ്റിന് കാണാമായിരുന്നു, ആരോഗ്യ വകുപ്പിന് കാണാമായിരുന്നു. എന്നിട്ട് എല്ലാ ഇടപെടലുകളും നടത്തി മാറി നിൽക്കുമ്പോൾ ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവണം എന്നുള്ളത്. അതായത് അന്ന് ഹർഷിനയുടെ കേസിൽ കൃത്യമായ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ, ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഒരു ഉഷ ജോസഫ് ആവർത്തിക്കില്ലായിരുന്നു അല്ലേ? തീർച്ചയായും ഒരുപാട് കേസുകൾ ഇത് സമാനമായ കേസാണ് ഇപ്പം കണ്ടെത്ത് അല്ലെ. പല തരത്തിൽ ഇനിയും ഇപ്പോൾ വേറൊന്ന് അതുപോലെ പല തരത്തിലാണ് മെഡിക്കൽ നെഗ്ലിജൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അവസരം ആളുകൾക്കൊരു ഇത് ചെയ്യുന്നവർക്കൊരു ശ്രദ്ധ ഉണ്ടാകുമായിരുന്നു. പിന്നെ സിസ്റ്റം ഫെയിലിയറാന്ന് പറയുന്നു. ഈ സിസ്റ്റം നന്നാക്കാനല്ലേ നമ്മളിങ്ങനെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിനെയും ആളുകളൊക്കെ വെക്കുന്നത്. ഇത് ഇത്രയും ഭരണം തീരാനായിട്ടും ഈ സിസ്റ്റത്തിന് ഫെയിലിയർ മാറ്റാൻ ആകാത്ത എന്ത് ആരോഗ്യ വകുപ്പാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്തത്. സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം?
തീർച്ചയായും നമുക്കൊരു പരിഹാരം കിട്ടിയേ മതിയാവും. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അവസ്ഥ ഉണ്ടാവുന്നവരോട് ചോദിച്ചാൽ അറിയാം ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ അളവ്. അപ്പോൾ അത് ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും സമരവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഹർഷിനയുടെ തീരുമാനം. ഏതാണ്ട് 100 ദിവസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ നേരത്തെ ഹർഷിന സമരം ചെയ്തിരുന്നു. പിന്നീടാണ് ഈ കുറ്റക്കാരെ കണ്ടെത്തുക അല്ലെങ്കിൽ കുറ്റപത്രം നൽകുക തുടങ്ങിയ നടപടികളിലേക്കൊക്കെ പോലീസ് കടന്നതും ഒടുവിൽ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതും. എന്നാൽ നഷ്ടപരിഹാരം പര്യാപ്തമല്ല എന്നുള്ള വാദത്തിൽ തന്നെയാണ് ഹർഷിന ഉറച്ചു നിൽക്കുന്നത്. സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഹർഷിന വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.